Hi dear friends, welcome to RJ's Physics classes. Electrostatics inde രണ്ടാമത്തെ ടോപ്പിക് ആയ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. ആ ചാപ്റ്ററിലെ 3 ലോകങ്ങളിലൂടെ നമ്മൾ ഓൾറെഡി സഞ്ചരിച്ചു കഴിഞ്ഞു. നാലാമത്തെ ലോകമായ കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഈ ലോകത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോണത്. ഐഡിയ ക്ലിയർ ആണല്ലോ? എല്ലാവരും ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടില്ലേ? വീഡിയോ കാണുന്നതിനിടയ്ക്ക് അതിലെ പോയിന്റ്സ് എഴുതിയെടുക്കണം. അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോണം. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? കൃത്യമായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, ഇതൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അടുത്ത ടോപ്പിക് കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്. കപ്പാസിറ്റൻസ് എന്താവാം? കപ്പാസിറ്റൻസ് പറഞ്ഞ കപ്പാസിറ്റി ഓർ എബിലിറ്റി ആണ് കപ്പാസിറ്റൻസ് പറയണത്. എന്തിനുള്ള എബിലിറ്റി ആവും? എന്തിനുള്ള എബിലിറ്റി ആവാം? ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് കപ്പാസിറ്റൻസ് വിളിക്കുക. It is the ability of a conductor to store electric charges. It is the ability of a conductor to store electric charges. കപ്പാസിറ്റൻസിനെ നമ്മൾ സാധാരണ പറയുക എങ്ങനെയാണ്? The charge which can store by a device is directly proportional to the potential difference applied across the conductor. ഒരു കണ്ടക്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്യണ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതിൽ സ്റ്റോർ ചെയ്യണ ചാർജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഉറപ്പല്ലേ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ അല്ലേ, അല്ലെങ്കിൽ എനർജി അല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഓരോ ചാർജിനെ നീക്കാനും വി റിക്വയർ മോർ ആൻഡ് മോർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ഇവിടുന്ന് എത്ര ചാർജ് ഇങ്ങോട്ട് നീങ്ങി എന്നുള്ളത് അവിടെ കൊടുത്ത പൊട്ടൻഷ്യലിനനുസരിച്ചിരിക്കില്ലേ? അത് 100% ഉറപ്പല്ലേ? ഒരു വലിയൊരു ജനക്കൂട്ടത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കണമെങ്കിൽ അവിടെയുള്ള ആളുടെ പൊട്ടൻഷ്യലിനനുസരിച്ചല്ലേ നീങ്ങുക. വെറുതെ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നുണ്ട്. ആ ആൾക്കാരെ മാറ്റാൻ സാധാരണക്കാരൊരാൾക്കൊരു ആഗ്രഹമുണ്ട്, നടന്നോളന്നില്ല. കാരണം ചിലപ്പോൾ നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. അതേസമയം അവിടെ വന്നതൊരു പോലീസ് ഓഫീസർ ആണെങ്കിലോ വളരെ പെട്ടെന്ന് ഈ ആളുകളൊക്കെ പിരിഞ്ഞു പോകും. കാരണം അയാളുടെ പൊട്ടൻഷ്യലാണ്. ഓക്കെ, ആ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്തേക്ക് ആ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ ചാർജ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി. ഈ സി എന്ന് പറയുന്നതാണ് കപ്പാസിറ്റൻസ്. സോ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക: ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കപ്പാസിറ്റൻസ് C equal to Q by V. Okay, it is the ratio of charge to potential difference. Capacitance is the ratio of charge to potential difference. Logic clear alle? Capacitance is the ratio of charge to potential difference. Okay, charge ine potential difference കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത് പറയാ? കപ്പാസിറ്റൻസ് പറയാം. It is a ratio of charge to potential difference. Got it? സംശയമൊന്നുമില്ലല്ലോ? Okay, capacitance is the ability of a conductor to store electric charges. Capacitance is the ability of a conductor to store electric charges. ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി. ഒന്നാമത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, എന്തായിരിക്കും കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് വരിക? വളരെ സിമ്പിൾ ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളം, പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട്. കൂളം പെർ വോൾട്ട്. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് വരിക കൂളം പെർ വോൾട്ട് ആണ്. എന്താവാം കപ്പാസിറ്റർ? എന്താവാം കപ്പാസിറ്റർ? കപ്പാസിറ്റൻസ് ഉള്ള ഡിവൈസ് ആവും. ഉറപ്പല്ലേ? കപ്പാസിറ്റൻസ് ഉള്ള ഡിവൈസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? കപ്പാസിറ്റർ എന്ന് വിളിക്കുക. സോ അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ചാർജസ്. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ചാർജസ്. അപ്പോൾ അറിയാണ്ടൊരു ഡൗട്ട് വരില്ലേ? ഹു ഇൻവെന്റഡ് കപ്പാസിറ്റർ?
നോ ഡൗട്ട് ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ ആണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂളം പെർ വോൾട്ടിനെ വിളിക്കണ ഒറ്റ വാക്കാണ് ഫാരഡ്. അപ്പൊ ശരിക്കും ഫാരഡേ എന്നുള്ള യൂണിറ്റ് അല്ലേ കൊടുക്കേണ്ടിയിരുന്നത്? കഷ്ടകാലത്തിന് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റിന്റെ യൂണിറ്റ് ആയിട്ട് ഫാരഡേ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ പേര് തന്നെ കൊടുക്കണം, എന്നാ ഫാരഡേ എന്നാവാനും പാടില്ല. അവസാനത്തെ AY കട്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിറ്റ് എന്തായിട്ട് മാറി? ഫാരഡ്. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് വരിക ഫാരഡ് ആണ്. എന്താവാം കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ? വളരെ സിമ്പിൾ ആണ്. കപ്പാസിറ്റൻസ് പറഞ്ഞാൽ Q/V. V എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ W/Q. സോ ഇറ്റ് ഈസ് Q² ഡിവൈഡഡ് ബൈ W. ഓക്കെ, Q² എന്ന് പറഞ്ഞാൽ A²T² divided by W ml² T raised to -2. So we will get the answer m raised to -1 L raised to -2 T raised to 4 A². This is the dimension of capacitance. Okay, m raised to -1 L raised to -2 T raised to 4 A². ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കപ്പാസിറ്റൻസ് പറഞ്ഞ ക്വാണ്ടിറ്റി സ്കേലാർ ആവുമോ വെക്ടർ ആവുമോ? Charge is a scalar, potential is a scalar, definitely capacitance is a scalar quantity. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേനെ. ഓക്കെ, കപ്പാസിറ്റൻസ് പറഞ്ഞ ക്വാണ്ടിറ്റി സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ? നോ പ്രോബ്ലം. ഓക്കെ, ഫൈൻ. ഇനി ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിന്റെ മുകളിലത്തെ ചാർജ് Q ആണ്, ഇവിടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ V ആണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ Q/V. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ചാർജ് ഡബിൾ ചെയ്തു, പൊട്ടൻഷ്യൽ പകുതിയാക്കി. അങ്ങനെ നമ്മൾ ചെയ്തു വിചാരിക്കാം. ചാർജ് ഡബിൾ ചെയ്തു, പൊട്ടൻഷ്യൽ ഹാഫ് ആക്കി. വാട്ട് വിൽ ബി ദ ന്യൂ കപ്പാസിറ്റൻസ്? വാട്ട് വിൽ ബി ദ ന്യൂ കപ്പാസിറ്റൻസ്? അതെന്താ സർ? ഞങ്ങൾക്കറിയാമല്ലോ C' ഈക്വൽ ടു 2Q ഡിവൈഡ് ബൈ V/2. അപ്പം എന്ത് കിട്ടും? 4Q/V എന്ന് കിട്ടും. ഓക്കെ, Q/V എന്ന് പറഞ്ഞാൽ C അല്ലേ? സോ C' is equal to 4C എന്ന് എഴുതിയ തെറ്റും. ഇറ്റ്സ് an utter blunder. അതെന്താ സർ? സാറല്ലേ പറഞ്ഞ ചാർജ് എന്ന് പറഞ്ഞ 2Q ആണ്, പൊട്ടൻഷ്യൽ പകുതിയാക്കി, അപ്പൊ കപ്പാസിറ്റൻസ് ഇങ്ങനെയല്ലേ വരാം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കപ്പാസിറ്റൻസ് പറഞ്ഞ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അതൊരു എബിലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക, വേറെ ഒന്നിനെയും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക മെറ്റീരിയലിനെയും, ഉണ്ടാക്കിയ മെറ്റീരിയലിനെയും അതിൻ്റെ ഡയമെൻഷനാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. തിരിച്ച് ചിന്തിക്കൂ. ഒരു ബക്കറ്റ്, ഈ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി 15 ലിറ്റർ ആണ്. ഓക്കെ, ഈ ബക്കറ്റിന്റെ കപ്പാസിറ്റി 15 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ബക്കറ്റിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദാറ്റ് ബക്കറ്റ്? നോ ഡൗട്ട് 15 ലിറ്റേഴ്സ്. 5 ലിറ്റർ വെള്ളം ഒഴിച്ചു, വാട്ട് ഈസ് ദ കപ്പാസിറ്റി? 15 ലിറ്റേഴ്സ്. 8 ലിറ്റർ വെള്ളം ഒഴിച്ചു, വാട്ട് ഈസ് ദ കപ്പാസിറ്റി? 15 ലിറ്റേഴ്സ്. 15 ലിറ്റർ വെള്ളം ഒഴിച്ചു, വാട്ട് ഈസ് ദ കപ്പാസിറ്റി? 15 ലിറ്റേഴ്സ്. 18 ലിറ്റർ വെള്ളം ആ ബക്കറ്റിലേക്ക് ഒഴിച്ചാൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദാറ്റ് ബക്കറ്റ്? നോ ഡൗട്ട് അറ്റ് ഓൾ 15 ലിറ്റേഴ്സ്. ഉറപ്പല്ലേ? 18 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ ബാക്കി 3 ലിറ്റർ ഒഴുകിയാണ് പോകും എന്നല്ലാണ്ട് എന്ത് ചെയ്യില്ല, അതിൽ സ്റ്റോർ ചെയ്യപ്പെടില്ല. 100% ഉറപ്പാണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ ബക്കറ്റിന്റെ കപ്പാസിറ്റി അതിന്റെ ഫിസിക്കൽ ഡയമെൻഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത്. അതേപോലെ ഒരു കപ്പാസിറ്ററിൽ നമ്മൾ ചാർജ് എത്ര മാറ്റിയാലും പൊട്ടൻഷ്യൽ എത്ര മാറ്റിയാലും കപ്പാസിറ്റൻസിന്റെ വാല്യൂ സെയിം ആണ് കിട്ടുക. It is independent of charge and potential. ഇനി അത് വേറൊരു ഭാഷയിലും പറയാം. Q is proportional to V. Q equal to a constant into V. എൻ്റെയൊക്കെ നാട്ടിൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറില്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെ അല്ലേ? സ്വാഭാവികമായിട്ടും C is a constant with respect to charge and potential. ചാർജിനെയോ പൊട്ടൻഷ്യലിനോ അനുസരിച്ചിട്ട് സി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ചാർജ് മാറിയാലും പൊട്ടൻഷ്യൽ മാറിയാലും കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല.
പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ്. കപ്പാസിറ്റൻസ് ഉള്ള ക്വാണ്ടിറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ C ഈക്വൽ ടു Q ബൈ V, യൂണിറ്റ് കൂളം പെർ വോൾട്ട്. അതിനെ വിളിക്കണ ഒറ്റ വാക്കാണ് ഫാരഡ്. ഓക്കെ, മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ്, ഇങ്ങനെയൊക്കെയാണ് കപ്പാസിറ്റൻസ് നോർമലി പറയാം. ഫാരഡ് ഉള്ള കപ്പാസിറ്റൻസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിന്റെ കാരണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ വരുന്ന ഭാഗങ്ങളിൽ അത് എത്തിക്കോളും. സോ കപ്പാസിറ്റൻസ് പറഞ്ഞ ക്വാണ്ടിറ്റി നമുക്കറിയാം, അതിന്റെ ഇറ്റ്സ് എബിലിറ്റി ടു സ്റ്റോർ കപ്പാസിറ്റർ, സോറി ഇറ്റ്സ് എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ഇനി ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫിയർ എന്നാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫിയർ, ഒരു സ്ഫിയറിന്റെ കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C ഈക്വൽ ടു Q ബൈ V. ഞാൻ എഴുതണതിൻ്റെ കൂടെ നിങ്ങൾ എഴുതിപ്പോ ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? ഇനി V എന്നുള്ള എൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, Q divided by 1 by 4 pi epsilon 0 Q divided by R. ഓക്കെ, Q ക്യാൻസൽ ആവും. അപ്പം നമുക്ക് എന്താ കപ്പാസിറ്റൻസ് കിട്ടുക? 4 pi epsilon 0 R. This is the capacitance of a sphere. C equal to 4 pi epsilon 0 R is the capacitance of a sphere. Okay, ഒരു സ്ഫിയറിന്റെ കപ്പാസിറ്റൻസ് ആണ് 4 pi epsilon 0 R. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? C equal to R divided by 9 into 10 raised to 9. R divided by 9 into 10 raised to 9. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫിയർ. പറഞ്ഞ ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫിയർ ഹാവിംഗ് റേഡിയസ് 1 meter. Find the capacitance of a sphere having radius 1 meter. Very simple. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. സോ 1 meter divided by 9 into 10 raised to 9. ആ മീറ്റർ കൊണ്ട് ഒഴിവാക്കലാണ് ഏറ്റവും എളുപ്പം, കാരണം താഴത്തേന് യൂണിറ്റ് ഉണ്ട്. അപ്പം അതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ എഴുതുകയാണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 1 by 9. 1 by 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? ഇതിനെങ്ങനെ എഴുതിക്കൂടെ? 10 into 10 raised to minus 8 divided by, അയ്യോ തെറ്റിച്ചു, മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 raised to minus 10. ഓക്കെ, സോ 10 by 10 വരും. മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സ്വാഭാവികമായിട്ടും 10 raised to minus 10. 10 into 10 raised to minus 10 by 9 means 1.11 into 10 raised to minus 10 farad. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വരാം? 11.1. ശരിയാ? ഇതിൽ ഒരു -1നെ മാറ്റാം. ഒരു -1നെ മാറ്റാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 10. സോ 0.11 നാനോ ഫാരഡ്. 0.11 നാനോ ഫാരഡ്. ഓക്കെ, 1 meter റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ കപ്പാസിറ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ 1.11 into 10 raised to minus 10. ചെയ്ത് ശരിയല്ലേ? ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്തോളൂ. 10 മൾട്ടിപ്ലൈ ചെയ്തു, പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇവിടെ 9 into 10 raised to 10 വരും. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വരുന്നത് 9 into 10 raised, sorry, 10 into 10 raised to minus 10 divided by 9. 10 by 9 is 1.11 into 10 raised to minus 10. ഓക്കെ, സോ ഒരു പോയിന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ 0.11 നാനോ ഫാരഡ്. ക്യാപിറ്റൽ F ആണ് ഫാരഡ് എന്നുള്ളതിന്. ഓക്കെ, 0.11 നാനോ ഫാരഡ്. ബോർഡിൽ ഉള്ള ഡാറ്റാസ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഹാവിംഗ് കപ്പാസിറ്റൻസ് 1 farad. Find the radius of the sphere having capacitance 1 farad. ഒരു ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള സ്ഫിയറിന്റെ റേഡിയസ് എന്താണ്? നമുക്കറിയാം C equal to R divided by 9 into 10 raised to 9. C എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 equal to R by 9 into 10 raised to 9. Okay, so R is equal to 9 into 10 raised to 9 meter.
എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ റേഡിയസ് വരേണ്ടത് വെറും എത്രയാണ്? 9 × 10⁻⁶ കിലോമീറ്റേഴ്സ്. 9 × 10⁻⁶ കിലോമീറ്റർ, അത്രേ ഉള്ളൂ. ആ സ്ഫിയറിൻ്റെ റേഡിയസ് വരേണ്ടത് 9 × 10⁻⁶ കിലോമീറ്റർ ആണ്. അതിനെന്താ സാർ പ്രശ്നം? അതൊരു സിമ്പിൾ നമ്പർ അല്ലേ എന്നറിയാണ്ട് ചിന്തിച്ചേക്കാം. ഈ ഭൂമിയുടെ റേഡിയസ് എത്രയാ? അതെന്തോ 6.4 × 10⁻⁶ മീറ്റർ ആണ് അല്ലേ? 6.4 × 10⁻⁶ മീറ്റർ എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ. ഇത് വെറും 9 ലക്ഷം കിലോമീറ്റർ, അത്രേ ഉള്ളൂ. ഭൂമിയുടെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. ഇത് വെറും 9 ലക്ഷം കിലോമീറ്റർ ആണ്. ഓക്കെ, വളരെ ചെറിയൊരു സംഖ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ്സ് ആൻ ഇമ്പോസിബിൾ വൺ. ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഫൈൻഡ് the capacitance of earth. Find the capacitance of earth given radius is 6.4 × 10⁻⁶ meter. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? 6.4 × 10⁻⁶ മീറ്റർ ആണ്, മറ്റാള് എത്രയാണ്? 9 × 10⁻⁹ മീറ്റർ ആണ്. ഓക്കെ, എന്നാൽ ഭൂമിയുടെ ഒരു 1000 ഇരട്ടി അത്രയൊക്കെ വരുള്ളൂ, അതിലധികം ഒന്നും വല്ലാണ്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പം അത്രയും വലിയൊരു സംഭവം അതിൽ കിട്ടണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 6000ൻ്റെ 1000 ഇരട്ടി, അത് ആലോചിച്ചാൽ മതി. സോ വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് എർത്ത്? സാറല്ലേ മുന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് എർത്ത് ഈസ് സപ്പോസ് ടു ബി ഇൻഫിനിറ്റ് ഡോണർ ആൻഡ് ഇൻഫിനിറ്റ് അക്സെപ്റ്റർ ഓഫ് ചാർജസ് ഓർ ഇലക്ട്രോൺസ്. അപ്പം അതിൻ്റെ കപ്പാസിറ്റി ഇൻഫിനിറ്റി ആവില്ലേ? ആവില്ല. അതുകൊണ്ടല്ലേ ആ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് കാണുക. C R divided by 9 × 10⁻⁹ എന്ന് പറഞ്ഞാൽ 64 × 10⁵ divided by 9 × 10⁻⁹. അതെന്തിനാ സാർ ആ 6.4 എന്നുള്ളത് 64 ആക്കി മാറ്റിയേ? വെറുതെ 9 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഉദ്ദേശമൊന്നുമില്ല. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ അപ്പം നമുക്ക് കിട്ടും C = 7.11 × 10⁻⁻⁴ or 0.711 millifarad. 0.711 millifarad. എന്തോ ഒരു സംശയം അറിയാണ്ട് ബ്രെയിനിൽ വന്നില്ലേ? കുറേ നേരമായി ഈ കപ്പാസിറ്റർ എന്ന് കേൾക്കണു. കപ്പാസിറ്ററിൻ്റെ ആവശ്യം എന്താ ചോദിച്ചാൽ, എല്ലാ ഡിവൈസിനും ഇനേർഷ്യ ഉണ്ടാവും. സോ ഒരു ഫാൻ കറങ്ങാൻ തുടങ്ങുമ്പോൾ അതിന് കുറച്ച് പവർ കൂടുതൽ വേണം. ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പവർ കൂടുതൽ വേണം. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണ ക്യാമറയ്ക്ക് അതിൻ്റെ ഫ്ലാഷ് അടിക്കാൻ ഇറ്റ് റിക്വയർ മോർ ആംപിയർ. ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തരുന്ന കറണ്ടിനേക്കാൾ വലിയ കറണ്ടായിരിക്കും ആവശ്യം. അങ്ങനെ ഒരു സഡൻ ഡിസ്ചാർജ് കൊടുക്കാൻ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ സംഭവം കൂടിയേ തീരൂ. എവിടെയോ കേട്ടിട്ടുണ്ടാവും മിക്കവാറും. ഫാനിൻ്റെ കപ്പാസിറ്റർ പോയപ്പോഴാണ് ഫാന് കറങ്ങാൻ ഒരു ചെറിയ മടി. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഫാൻ ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കും. അപ്പോൾ അതിങ്ങനെ പതുക്കെ കറങ്ങാൻ തുടങ്ങും. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഫാൻ മിക്കവാറും വർക്ക് ചെയ്യില്ല. അപ്പോൾ ചില ആൾക്കാർ പോക്കറ്റിൽ നിന്ന് പെന്നൊക്കെ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് കറങ്ങും. കാരണം ഇനീഷ്യലായിട്ടുള്ളൊരു ഇത് കൊടുക്കാൻ, പവർ കൊടുക്കാനാണ് കപ്പാസിറ്റൻസ്. അയാളുടെ പ്രസൻസ് ഇല്ലാണ്ടായാൽ, അയാൾ വീക്കായാൽ നമ്മളായിട്ട് കറക്കിയാൽ മതി. ബാക്കി മൂപ്പര് സ്വയം കറങ്ങിക്കോളും. ബെയറിങ് പോയ ഫാനിന് കറക്കിയിട്ട് കാര്യമില്ല കേട്ടോ, കറക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഓക്കെ, കപ്പാസിറ്റർ പോയതാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫാൻ അങ്ങനെ സ്ലോ, പിന്നെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതേമാതിരി ഇലക്ട്രോണിക്സിൽ നമ്മൾ റെക്ടിഫയറിൻ്റെ ഫിൽറ്ററായിട്ട് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുക. ഈ വർഷം നമ്മൾ അതേ ടോപ്പിക് പഠിക്കും പിന്നീട്. ഓക്കെ, ഇപ്പം കപ്പാസിറ്ററിൻ്റെ യൂസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറണ്ട് കൊടുക്കാൻ, അതേപോലെ ചാർജിനെ സ്റ്റോർ ചെയ്ത് നിർത്താൻ. ഓക്കെ, അടുത്തത് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുമ്പോൾ ആ മുറിയൽ ഒഴിവാക്കാൻ ഒരു ഫിൽറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അതിലെ ഒരു കപ്പാസിറ്റൻസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ഐഡിയ ക്ലിയർ അല്ലേ? സ്ഫെറിക്കൽ കപ്പാസിറ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഇതിൻ്റെ 3 ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ തരം കപ്പാസിറ്ററാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പേര് തന്നെ ഉത്തരമുണ്ട്. ആ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ അതിൽ 2 പാരലൽ പ്ലേറ്റുകൾ ഉണ്ടാവും.
രണ്ട് പാരലൽ പ്ലേറ്റുകൾ ഉണ്ടാവും. ഈ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ടാവും. ഓക്കെ, ആ ഇൻസുലേറ്റിംഗ് മീഡിയത്തിനെ നമ്മൾ വിളിക്കണ പേരാണ് ഡൈ ഇലക്ട്രിക്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ടാവും. ആ ഇൻസുലേറ്റിംഗ് മീഡിയത്തിനെ നമ്മൾ വിളിക്കുക ഡൈ ഇലക്ട്രിക് എന്നാണ്. ഓക്കെ, എവിടെയോ നമ്മൾ ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ വിളിച്ച പേര് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നായിരുന്നു. So a parallel plate capacitor consists of two conducting plates separated by an insulating medium called dielectric. In this, one having charge density plus sigma and other having charge density minus sigma. Let A be the area of the plate and D be the distance between the plates. ഈ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. Okay, in parallel plate capacitor there are two plates, one having charge density plus sigma, other having charge density minus sigma. Let A be the area of the plate and D be the distance between the plates. ഈ സിസ്റ്റമാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയണേ. ലോജിക് ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിളിലേക്ക് പോണതിൻ്റെ മുന്നേ ഒരു കണ്ടക്ടറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ചാർജ് കൊടുക്കുകയാണ്. അയാൾക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല, കാരണം നോർമലി ന്യൂട്രലാണ്. ഓക്കെ, അതിലേക്ക് ഒരാളും കൂടി എക്സ്ട്രാ വന്നപ്പോൾ ഒരു പോസിറ്റീവ് ചാർജാണ് കൊടുത്തത് വിചാരിക്കാം. ആ പോസിറ്റീവിൻ്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ന്യൂട്രലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നുണ്ടാവും, കാരണം ന്യൂട്രൽ എന്ന് പറഞ്ഞാലും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പോസിറ്റീവിനാണ് കൊടുത്താൽ എന്താ സംഭവിക്കുക? രണ്ടാമത്തെ പോസിറ്റീവ് ചാർജാണ് കൊടുത്താൽ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും. പൊട്ടൻഷ്യൽ എനർജി കൂടും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൂടി എന്നാണ്, അതിൻ്റെ ശക്തി കൂടുകയാണ്. സ്വാഭാവികമായിട്ടും മലയാളത്തിൽ പറഞ്ഞാൽ തമ്മിത്തല്ല് തുടങ്ങും. അതാണ് ഏറ്റവും നല്ലത് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി കൂടിയാൽ എപ്പോഴും തമ്മിത്തല്ലും കൂടുതലാണ്. വളരെ കുറച്ചാണ് അതല്ലാത്തതുള്ളൂ അല്ലേ? സാധാരണഗതിയിൽ പണ്ട് നാട്ടുമ്പുറങ്ങളിൽ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ടാണ്. ചെറുപ്പകാലത്ത് ഞാനും എൻ്റെ അച്ഛനും കൂടെ നിൽക്കണ സമയത്ത് സൈഡിലൂടെ ഒരാൾ നടന്നു പോവാണ്, കോമ്പൗണ്ടിൻ്റെ സൈഡിലൂടെ. ഓക്കെ, അപ്പോൾ അച്ഛൻ അവിടെ ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ഷെഡ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു ഇത് എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, അമ്മയും ഞാനും തമ്മിൽ തെറ്റി, അപ്പം ഞാൻ വേറൊരു വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടിയിട്ട് ഒരു വീട് ഉണ്ടാക്കുകയാണെന്ന് അച്ഛൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പം ആ നാട്ടിൻപുറത്തുകാരിൽ സാധാരണക്കാരായ ഒരു മനുഷ്യൻ മൂപ്പര് തിരിച്ചു പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? വീട്ടിൽ ബെഡ് ഉണ്ടാവുകൊണ്ടാണ്. എന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്നു. എന്താ ചോദിച്ചാൽ, പായ മാത്രമുള്ളെങ്കിൽ അമ്മയും മോനും സമാധാനമായിട്ട് കിടക്കും. ബെഡ് ഉണ്ടായപ്പോൾ എന്തായി? ആര് പായ കിടക്കും, ആര് ബെഡ് കിടക്കും, തല്ല് തുടങ്ങിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശത്തിലുള്ള എന്താണ്, ഫിനാൻഷ്യലി വല്ലാണ്ട് കയറിപ്പോയാൽ ഏറ്റവും ആദ്യം സംഭവിക്കുക തമ്മിൽ തെറ്റുന്നതാണ്. ഓക്കെ, അത് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കുഴപ്പമാണ്. പൊട്ടൻഷ്യൽ കൂടുന്തോറും തെറ്റിത്തെറിച്ച് പോകാനുള്ള ചാൻസ് കൂടി വരും. സ്വാഭാവികമായിട്ടും ഇവിടെ ഈ രണ്ട് പോസിറ്റീവ് വന്നപ്പോൾ അവർ ചെറിയ പ്രശ്നം തുടങ്ങും. മൂന്നാമത്തെ പോസിറ്റീവ് വന്നാൽ ആ പ്രശ്നം കൂടും. നാലാമത്തെ പോസിറ്റീവ് വന്നാൽ ആ പ്രശ്നം പിന്നെയും കൂടും. സോ കുറച്ച് പോസിറ്റീവ് ചാർജുകൾ ഇതിലാണ് എക്സ്ട്രാ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വേണ്ടോളം പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നൊരു ചാർജ് കൊടുത്താൽ എല്ലാവരും കൂടെ ഇതിനെ തള്ളി പുറത്താക്കും, കാരണം സൂപ്പർ പൊസിഷൻ ഉണ്ട്, എല്ലാവരും തള്ളും. അങ്ങനെ തള്ളുമ്പോൾ ഈ പോയ ചാർജ് പോയ പോലെ ഇങ്ങോട്ട് തന്നെ പോരും. സോ ഇതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. നമുക്ക് ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടണം. അങ്ങനെ കൂട്ടാനുള്ള തിയറിനെയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പ്രിൻസിപ്പിൾ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഐഡിയ സിമ്പിളാണ്. ഒരു കണ്ടക്ടർ, ഇതിനെ നമ്മൾ വിളിക്കുക ചാർജ്ഡ് കണ്ടക്ടർ എന്നാണ്. ചാർജ്ഡ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയോ ചാർജൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക തൽക്കാലം. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു എർത്തഡ് കണ്ടക്ടർ കൊണ്ടുപോയി വെച്ചു. ഒരു എർത്തഡ് കണ്ടക്ടർ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ചാർജ് ഉണ്ട് വിചാരിക്കാം, പോസിറ്റീവ് ചാർജുകൾ. ഈ രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇത് എർത്ത് ചെയ്താൽ ഇൻഡക്ഷൻ വഴി ഇതിൽ രണ്ട് നെഗറ്റീവ് ചാർജ് വരും.
ഇതിൽ 20 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 20 നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ വന്നുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇത് മാത്രം ആയിരുന്നപ്പോൾ ഇത്രയും ചാർജുകൾ ഉണ്ടായിരുന്നു, അതിന് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. വാട്ട് അബൌട്ട് ദിസ് ഹോൾ സിസ്റ്റം? 20 പോസിറ്റീവ് 20 നെഗറ്റീവ്. സോ ടോട്ടൽ ചാർജ് എത്രയായിട്ട് മാറി? 0. സോ പൊട്ടൻഷ്യൽ ലോവർ ചെയ്തു. പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ നമുക്ക് പിന്നെയും ചാർജ് കൊടുക്കാം. അങ്ങനെ കുറേ ചാർജ് പിന്നെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും അത്രയും ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ വേണ്ടോളം കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ചാർജും പൊട്ടൻഷ്യലും അല്ല, അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻ നോക്കിയിട്ടാണ് കപ്പാസിറ്റൻസ് തീരുമാനിക്കപ്പെടുക. അതല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കി വെച്ചാൽ ഇന്ത്യ മൊത്തം ചാർജ് കൊടുത്തൂടെ? കഴിയില്ല, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതിന് പറ്റണത് വരെ നമ്മൾ ചാർജ് കൊടുക്കണു. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ചാർജ് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പറയാം. If an earthed conductor is placed near a charged conductor, capacitance of charged conductor will increase. If an earthed conductor is placed near a charged conductor, capacitance of charged conductor will increase. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? If an earthed conductor is placed near a charged conductor, capacitance of charged conductor will increase. ഓക്കെ, എർത്തഡ് കണ്ടക്ടറിനെ ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ ചാർജ്ഡ് കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് കൂടും. അത് ആലോചിക്കാനുള്ളൊരു എളുപ്പ വഴി. തിയറി ആയിട്ടൊരു ബന്ധമില്ല കേട്ടോ. നമ്മളെ സാധാരണക്കാരൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബസ്സിൽ കയറുമ്പോഴേ നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളൊക്കെ വിടുന്ന സമയത്ത് ബസ്സൊക്കെ ടൈറ്റ്ലി പാക്ക്ഡ് ആവും. ഇനി ഒരാളും കൂടിയും കയറാൻ പറ്റില്ല എന്നുള്ള അത്രയും ടൈറ്റായി, ചിലപ്പോൾ ഡോറൊക്കെ ഇങ്ങനെ വലിച്ചടച്ചിട്ടൊക്കെയാണ് ആ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോവുക. ഓക്കെ, ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും. ആ ബസ്സിലെ കണ്ടക്ടർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എത്തുമ്പോഴേക്കും പിന്നെയും ആ ബസ്സിൽ 10 ആൾക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും 10 ആൾ കയറി. കണ്ടക്ടർ ഒരിക്കൽ കൂടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എത്തിയാൽ വീണ്ടും 10 ആൾക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടാവും. ആ ബസ്സിന്റെ കപ്പാസിറ്റി കൂടിയത് എന്തുകൊണ്ടാണ്? കണ്ടക്ടർ ഉള്ളതുകൊണ്ടാണ്. അതേപോലെ എർത്തഡ് കണ്ടക്ടർ ഉള്ളതുകൊണ്ടാണ് ചാർജ്ഡ് കണ്ടക്ടറിന്റെ കപ്പാസിറ്റി കൂടിയത്. അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫിസിക്സുമായിട്ട് യാതൊരു ബന്ധമില്ല. ബട്ട് ആ എക്സാമ്പിളിലൂടെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ എഴുതാം അഥവാ ചോദിച്ചാൽ. ഓക്കെ, ഇഫ് an earthed conductor is placed near a charged conductor, capacitance of charged conductor will increase. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. If an earthed conductor is placed near a charged conductor, capacitance of charged conductor will increase. Okay, so that's about principle of parallel plate capacitor. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ, സോ ആ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 ചാർജ്ഡ് പ്ലേറ്റുകൾ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്. ഒന്നിന്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, രണ്ടാമത്തെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. ഏരിയ എ ആൻഡ് ദ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഈസ് ഡി. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഈ ഗാർഡനിലെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനായി നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ നിർബന്ധമായും രേഖപ്പെടുത്തുക. ആ കമന്റുകൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഒരുപാട് നന്മ നിറഞ്ഞ, ഒരുപാട് സന്തോഷത്തോടെയുള്ള നിങ്ങളുടെ റെസ്പോൺസുകൾ എന്നെ വീണ്ടും പുതിയ ഏരിയകളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ അത് നിങ്ങളിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.